Sir, good morning and welcome to the show. Good morning, Anila. സർ ഇന്നത്തെ ഒരു പ്രധാനമായിട്ടും RBIയുടെ MPC യോഗം തന്നെയാണ് വിപണിയെല്ലാം ഉറ്റുനോക്കിയിരിക്കുന്നത്. ഒരുപക്ഷെ 2020 ശേഷം ഏകദേശം 5 വർഷങ്ങൾക്ക് ഇപ്പുറമാണ് ഒരു റേറ്റ് കട്ടിനുള്ള ഒരു സാധ്യതയെങ്കിലും ഉയർന്നു വന്നിരിക്കുന്നത്. കോവിഡ് കാലത്ത് ഇക്കോണമിനെ ബൂസ്റ്റ് ചെയ്യാനായിട്ടായിരുന്നു ലാസ്റ്റ് ആയിട്ട് RBIയുടെ ഭാഗത്തു നിന്നൊരു റേറ്റ് കട്ട് ഉണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷം പിന്നീട് ഉയർന്നു വന്ന പണപ്പെരുപ്പം വലിയ തോതിൽ ഇന്ത്യൻ ഇക്കോണമിക്ക് തിരിച്ചടി ആയപ്പോൾ തുടർച്ചയായിട്ടൊരു ഹോക്കിഷ് ആയിട്ടൊരു സ്റ്റാൻസ് സ്വീകരിക്കുകയും വലിയ തോതിൽ പലിശ നിരക്ക് ഉയർത്തുകയും ഒക്കെ ചെയ്തിരുന്നു. ഇന്നത്തെ ഒരു RBIയുടെ MPC യോഗത്തെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അല്ല, തീർച്ചയായിട്ടും നമ്മൾ ബഡ്ജറ്റിന്റെയും ഇത് ഡിസ്കസ് ചെയ്തിരുന്നു. അതായത് തീർച്ചയായിട്ടും ഗവൺമെന്റ് പല ബഡ്ജറ്റ് വഴി സപ്ലൈ സൈഡ് ഗവൺമെന്റ് അഡ്രസ് ചെയ്തിരുന്നു. അതായത് മാനുഫാക്ചറിങ്ങിന് വേണ്ടിയിട്ടുള്ള ഇൻസെന്റീവ്സ്, അല്ലെങ്കിൽ PLI സ്കീം കൊണ്ടുവരിക, അല്ലെങ്കിൽ കോർപ്പറേറ്റ് ടാക്സ് റെഡ്യൂസ് ചെയ്യുക, ഇങ്ങനെയൊക്കെ ചെയ്ത് ഗവൺമെന്റ് ഏതായാലും തീർച്ചയായിട്ടും എക്കണോമിയിൽ കോർപ്പറേറ്റിനെ സഹായിച്ചുകൊണ്ട് ഒരു സപ്ലൈ ക്രിയേറ്റ് ചെയ്യാനുള്ള എല്ലാ ഇനിഷ്യേറ്റീവ്സും ഗവൺമെന്റ് കാലാകാലങ്ങളായി കൊണ്ടുവന്നിരുന്നു. ബഡ്ജറ്റിലും ഓഫ് ബഡ്ജറ്റിലും ചെയ്തിരുന്നു. ബട്ട് ഡിമാൻഡ് അതിനനുസരിച്ച് ഉയർന്നില്ല, പ്രത്യേകിച്ച് അർബൻ ഡിമാൻഡ്. അതുകൊണ്ട് ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി തന്നെയായിരുന്നു ഗവൺമെന്റ് ബഡ്ജറ്റിലേക്ക് ഇൻകം ടാക്സ് ഏതാണ്ട് 12 lakhs വരെ ഒരു ടാക്സ് ഫ്രീ എന്നുള്ള ഒരു സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്നത്. അതായത് ജനങ്ങളിലേക്ക് പൈസ എത്തിക്കുക, ആ പൈസ തീർച്ചയായിട്ടും ഈ പറയുന്ന പോലെ കൺസംഷനിലേക്ക് ഡ്രൈവ് ചെയ്യുക, അതിന്റെ എഫക്ട്, കാസ്കേഡിംഗ് എഫക്ട് മറ്റുള്ള സെക്ടേഴ്സിലും എക്കണോമിയിലും ടാക്സ് കളക്ഷനിലും GDP-യിലും റിഫ്ലക്ട് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തിൽ തന്നെയാണ് ഗവൺമെന്റ് അത് ചെയ്തത്. അത് കൂടാതെ ഇൻ കേസ് ഒരു വ്യക്തി അദ്ദേഹത്തിന് കിട്ടിയ ടാക്സ് ബ്രേക്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന പോലെ കൺസംഷനിലേക്ക് ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സേവിങ്സിലേക്ക് പോകും. നമുക്ക് തന്നെ അറിയാം, ബാങ്കിങ് സിസ്റ്റത്തിൽ ലിക്വിഡിറ്റി ഇഷ്യൂസ് ഉണ്ട്, ഡെപ്പോസിറ്റിന്റെ റേറ്റ് ഫോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, ലെൻഡിങ് ആണെങ്കിൽ കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ബാങ്കിനും ഒരു ചെറിയൊരു സ്ട്രെസ് ഉണ്ട്. അവർക്ക് വലിയ രീതിയിൽ സ്ട്രെസ് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല നമുക്ക്. എങ്കിലും ഒരു ഫിനാൻഷ്യൽ സേവിങ്സിന്റെ ഒരു കൾച്ചറും കൂടെ നമുക്ക് സിറ്റിസൺസിന് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഹെൽപ്പ് ചെയ്യുമെന്നുള്ള രീതിയിൽ തന്നെയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു ഇൻട്രസ്റ്റ് റേറ്റ് കട്ട്, അതായത് ഇനി ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ളത് ചെയ്തു കഴിഞ്ഞു, ഇനി സിറ്റിസൺസിന്റെ ഭാഗത്തു നിന്നും സ്പെൻഡ് ചെയ്യുക അല്ലെങ്കിൽ സേവ് ചെയ്യുക എന്നുള്ള രണ്ടാമത്തെ ഡ്യൂട്ടിയാണ്. മൂന്നാമത് വരുന്നത് തീർച്ചയായിട്ടും ഇനി RBIയുടെ ഭാഗത്തു നിന്നാണ്. കാര്യം ഗവൺമെന്റും ഇൻസ്റ്റിറ്റ്യൂഷനും സിറ്റിസൺസും എല്ലാവരും കൂടി ചേർത്ത് പിടിച്ചാൽ മാത്രമേ എക്കണോമിയെ ഡ്രൈവ് ചെയ്യാൻ പറ്റുള്ളൂ. ഗവൺമെന്റിന്റെ ഡ്യൂട്ടി ഗവൺമെന്റ് ചെയ്തു കഴിഞ്ഞു, ഇനി സിറ്റിസൺസിന്റെ ഡ്യൂട്ടിയാണ്. ഇനി അതിന്റെ കൂടെ തന്നെ ഗവൺമെന്റ് ക്വാസി ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷനായ RBIയുടെയും കൂടെ പോളിസിയാണ് ഒരു ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യുക എന്നുള്ളത്. തീർച്ചയായിട്ടും പുതിയൊരു RBI ഗവർണറാണ് ഇരിക്കുന്നത്. അദ്ദേഹം കുറച്ചുകൂടി ഡോവിഷ് ആണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കുറച്ചുകൂടി ഒരു ബിസിനസ് ഫ്രണ്ട്ലി ആറ്റിറ്റ്യൂഡാണ് തീർച്ചയായിട്ടും ഗവർണർ ഉള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നും ഒരു ഇൻട്രസ്റ്റ് റേറ്റ് കട്ട്, റെപ്പോ റേറ്റ് കട്ടിന്റെ ഫോർമാറ്റിൽ വരികയാണെങ്കിൽ അത് 25 basis points ആയിരിക്കും എന്നാണ് മാർക്കറ്റ് വിശ്വസിക്കുന്നത്. അതിൽ കൂടുതലാണെങ്കിൽ ഒരു ബൊനാൻസി ആയിട്ട് വേണം കൺസിഡർ ചെയ്യാനും. ബട്ട് അങ്ങനെ ഒരു എക്സ്പെക്ടേഷൻ മാർക്കറ്റിനുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ ഒന്ന് വരികയാണെങ്കിൽ മാർക്കറ്റിന് അത് വളരെ ബെനിഫിഷ്യൽ ആയിരിക്കും മൂവിംഗ് ഫോർവേഡ്. ഓവർ ടു പ്രദീപ് സർ. സർ, ഇന്നത്തെ ഒരു മാർക്കറ്റിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സൂരജ് സാർ സൂചിപ്പിച്ചതുപോലെ RBIയുടെ MPC യോഗം തന്നെയാണ് വിപണിയുടെ ഗതിയെ നിർണ്ണയിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഒരു വാക്കുകൾ പരിശോധിക്കുമ്പോഴേക്കും 25 basis points ഒരു റേറ്റ് കട്ടാണ് നിലവിൽ അദ്ദേഹം പ്രതീക്ഷിക്കുന്നത്. നമ്മളുടെ ഇതേ ഫോറത്തിൽ താങ്കളും കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു 25 basis points ഒരു റേറ്റ് കട്ട് ഉണ്ടാകാനുള്ള ഒരു സാധ്യത. ഈ ഒരു റേറ്റ് കട്ട് പ്രധാനമായിട്ടും ഏതൊക്കെ മേഖലകളെ ആയിരിക്കും ബാധിക്കുക? ഒപ്പം തന്നെ ഈ ഒരു റേറ്റ് കട്ടോടനുബന്ധിച്ചിട്ട് അഥവാ റേറ്റ് കട്ട് ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ താങ്കളുടെ ഫോക്കസിലേക്ക് എത്തുന്ന സ്റ്റോക്കുകൾ ഏതൊക്കെയായിരിക്കും? എക്സ്പെക്ടിങ് റേറ്റ് കട്ട് 25 ബേസിസ് പോയിന്റ് റേറ്റ് കട്ട് തന്നെ ഞാനും എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ റേറ്റ് കട്ട് നടക്കുകയാണെങ്കിൽ ഏറ്റവും ബെനിഫിറ്റ് ചെയ്യാൻ പോകുന്ന സെക്ടേഴ്സ് നാച്ചുറലി ഓട്ടോ മേഖലയായിരിക്കും. അതിനോടൊപ്പം തന്നെ റിയാലിറ്റി സ്റ്റോക്സ്, ബാങ്കിങ് സ്റ്റോക്സ് ആൻഡ് കൺസ്യൂമർ ഡ്യൂറബിൾ. ഇതിൽ ഏറ്റവും നല്ല സെറ്റപ്പ് എനിക്ക് കാണാൻ സാധിക്കുന്ന ബജാജ് ഓട്ടോയുടെ കേസിലാണ്. ബജാജ് ഓട്ടോ കഴിഞ്ഞ 4 ട്രേഡിംഗ് സെഷൻസിൽ നല്ലൊരു ഹെൽത്തി കറക്ഷനാണ് നേരിട്ടിരിക്കുന്നത്. ഇന്നലത്തെ ലോവസ്റ്റ് ലെവൽ ബജാജ് ഓട്ടോയുടെ കാണുന്നത് 8,811 രൂപ. അവിടെ നിന്നും കാര്യമായിട്ട് എനിക്കൊരു ഡൗൺ സൈഡ് അറ്റ് ദ മൊമെന്റ് കാണാൻ സാധിക്കുന്നില്ല. എങ്കിൽ പോലും നമുക്കൊരു നല്ല ലോ റിസ്കിൽ ഒരു ബൈങ് അവസരം ലഭിക്കണമെങ്കിൽ 8,970 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 9,200, അതിനുശേഷം 9,600 ആയിരിക്കും. സൂരജ് സാറിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ സർ, ഇപ്പൊ പ്രദീപ് സാർ സൂചിപ്പിച്ചത് പ്രധാനമായിട്ടും ഓട്ടോ മേഖലയ്ക്ക് ഒരു പുഷ് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. താങ്കളുടെ ഫോക്കസിൽ അഥവാ ഒരു റേറ്റ് കട്ട് ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ ഏതൊക്കെ മേഖലകളായിരിക്കും പ്രധാനമായിട്ടും അതിന്റെ ഒരു ബെനിഫിഷ്യറി ആവുക? താങ്കൾക്ക് ഏതെങ്കിലും സ്പെഷ്യൽ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഏരിയകളുണ്ടോ? അനില, പ്രദീപ് പറഞ്ഞത് വളരെ കറക്റ്റാണ്. അതായത് നമുക്ക് മാർക്കറ്റിൽ എപ്പോഴും ഒരു ടേം ഉണ്ട്, റേറ്റ് സെൻസിറ്റീവ് സ്റ്റോക്സ്. അതായത് ഇൻട്രസ്റ്റ് റേറ്റിനെ ബാധകമായിട്ടുള്ള ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കുറച്ച് സ്റ്റോക്കുകളുണ്ട്. അത് ബേസിക്കലി പ്രദീപ് പറഞ്ഞ പോലെ തന്നെ ആദ്യം തന്നെ ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ സർവീസ്, അത് ഇൻഷുറൻസ് വരാം, സ്മോൾ ഫിനാൻസ് ബാങ്ക് വരാം,
അതുകൂടാതെ ഓട്ടോമൊബൈൽ സെക്ടർ, മൂന്നാമത് റിയൽ എസ്റ്റേറ്റ് സെക്ടർ. ഇതാണ് ഏതാണ്ട് ഡയറക്റ്റ് ബെനിഫിഷ്യറീസ്. അതായത് ഒരു ഇമ്പാക്ട്, അതായത് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഇൻകം ടാക്സിൽ കട്ട് ചെയ്യുമ്പോഴോ ആദ്യം എഫക്ട് ചെയ്യുന്ന ഡയറക്റ്റ് ബെനിഫിഷ്യറീസ് ആയിട്ടുള്ള സെക്ടേഴ്സ് ആണ് ഇതൊക്കെ. ബട്ട് എനിക്ക് പ്രദീപിനോടും ഇതുവഴി ചോദിക്കാനുണ്ട്. കാര്യം അനിലയുടെ മറ്റൊരു ഗസ്റ്റ് ആയിട്ട് പ്രദീപ് ഉണ്ടെന്ന് ഞാൻ അറിയുന്നു. നമ്മൾ സാധാരണ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ഏതാണ്ട് മാർക്കറ്റ് എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്ന സമയത്ത് ഇന്നലെ മാർക്കറ്റിൽ തീർച്ചയായിട്ടും ഈ വക സെക്ടറിൽ ഒരു അക്യുമുലേഷനോ അല്ലെങ്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സലോ അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ട്രെൻഡോ കാണേണ്ടതാണ് ശരിക്കും പറഞ്ഞ മാർക്കറ്റ്. എന്നാൽ മാർക്കറ്റിൽ ഇന്നലെ ഈ സെക്ടറുകളൊക്കെ കുറച്ചൊരു നെഗറ്റീവ് ബയസോടുകൂടിയാണ് കണ്ടത്. സെക്ടർ കംപ്ലീറ്റ് നെഗറ്റീവ് ആയോ എന്ന് എനിക്കറിയില്ല, നമുക്ക് പ്രദീപിനോട് ചോദിക്കേണ്ടി വരും. ബട്ട് ഈവൻ തന്നെ ഒരു ചെറിയൊരു നെഗറ്റീവ് ബയസ് അതിനകത്ത് വന്ന പോലെ തോന്നുന്നു. മാർക്കറ്റ് കമന്ററികൾ മിക്കവാറും നമ്മൾ ഓരോ ഫണ്ട് മാനേജേഴ്സ് ആയിട്ടും അല്ലെങ്കിൽ ഒരു ഫണ്ട് ഹൗസസ് ആയിട്ടും അല്ലെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആയിട്ടുള്ള ഫ്രണ്ട്സിനോടും ഒക്കെ നമ്മൾ ആശയവിനിമയം നടത്തുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് മാർക്കറ്റിന് വേറൊരു ടെൻഷനും കൂടിയുണ്ട്. അതായത് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യുകയാണെങ്കിൽ അത് റുപ്പി വീണ്ടും എന്താ പറയുക, ഡിപ്രിഷിയേറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഹയർ ആണെങ്കിൽ, അതിന്റെ കൂടെ തന്നെ ട്രംപിന്റെ എന്തെങ്കിലും പോളിസീസിൽ US$ സ്ട്രെങ്തൻ കൂടെ ചെയ്യുകയാണെങ്കിൽ ഒരു ഫ്ലൈറ്റ് ഓഫ് ക്യാപിറ്റൽ, ഫോറിൻ ക്യാപിറ്റൽ ഫ്രം ഇന്ത്യൻ മാർക്കറ്റ് ബാക്ക് ടു US എന്നുള്ളൊരു കൺസെപ്റ്റ് നടക്കുമോ എന്നുള്ളൊരു പേടിയും കൂടി മാർക്കറ്റിന് ഉണ്ടോ എന്ന് സംശയമുണ്ട്. പല ഡിസ്കഷനിലും നമ്മൾ ഫണ്ട് മാനേജറായിട്ട് നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഫീലിങ്സ് നമുക്ക് കിട്ടാറുണ്ട്. അതായത് മാർക്കറ്റ് അത് ഭയങ്കരമായിട്ട് പേടിക്കുന്നു. കാര്യം എന്തായാലും US$ സ്ട്രെങ്തൻ ചെയ്ത്, ഇന്ത്യൻ മാർക്കറ്റ് US$ അടുത്ത് ഡിപ്രിഷിയേറ്റീവ് എന്നല്ല, US$ ഈസ് അപ്രീഷിയേറ്റിംഗ് അഗെയിൻസ്റ്റ് മോസ്റ്റ് ഓഫ് ദ കറൻസി ഇൻ ദ വേൾഡ്. ഇൻഫാക്ട് ഇന്ത്യൻ കറൻസി മറ്റുള്ള കറൻസിയെക്കാളും ബെറ്റർ ആയിട്ടാണ് പെർഫോം ചെയ്തത്. ബട്ട് അതിന്റെ കൂടെ ആ ഒരു എഫക്ട് ഗ്ലോബൽ എക്കണോമിയിൽ നിലനിൽക്കുമ്പോൾ തന്നെ ഈ പറയുന്ന പോലെ ഇന്ത്യയിൽ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് വരികയാണെങ്കിൽ വീണ്ടും അത് ഡോളർ സ്ട്രെങ്തനിങ് അല്ലെങ്കിൽ റുപ്പി ഡിപ്രീസിയേഷൻ വന്നിട്ട് തീർച്ചയായിട്ടും ഒരു ഫ്ലൈറ്റ് ഓഫ് ക്യാപിറ്റൽ പോകുമോ എന്നുള്ള ഒരു സംശയം മാർക്കറ്റിനുണ്ട്. ഒന്ന്. രണ്ടാമത്, അടുത്ത ആഴ്ച വരുന്ന ഒരു എന്താ പറയുക, ഒരു ഡയറക്ട് ടാക്സിന്റെ ഒരു ബില്ല് കൊണ്ടുവരുന്നു എന്ന് ഗവൺമെന്റ് ബഡ്ജറ്റിൽ സൂചിപ്പിച്ചിരുന്നു. അതിന്റെ ടൈമിങ്ങിനെ കുറിച്ചും ഒരു ആശങ്ക പല ക്വാർട്ടറിൽ നിന്നും നമുക്ക് കേൾക്കുന്നുണ്ട്. അതായത് ആ ബില്ല് എന്തുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്തില്ല ബഡ്ജറ്റിൽ, എന്തുകൊണ്ട് ഒരാഴ്ച കഴിഞ്ഞ് അത് പുഷ് ചെയ്തു, അപ്പോഴത്തേക്കും ഡൽഹി ഇലക്ഷൻ കഴിഞ്ഞു, ഇനി എന്തെങ്കിലും നെഗറ്റീവ്സ് അതിനകത്ത് ഒളിപ്പിച്ചിരിക്കുന്നുണ്ടെന്നുള്ള ആശങ്ക കൂടി പ്രകടിപ്പിക്കുന്ന മാർക്കറ്റിൽ ഒരു വിഭാഗം ആൾക്കാരുണ്ട്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ മാർക്കറ്റിലേക്ക് ചെറുതായിട്ടൊന്ന് അഫക്ട് ചെയ്തു എന്നാണ് പല ഡിസ്കഷനിൽ നിന്ന് നമുക്ക് മനസ്സിലായത്. അതിന്റെ ഒരു റിഫ്ലക്ഷൻ ആണ് നമ്മൾ ഈ പറഞ്ഞ പോലെ റേറ്റ് സെൻസിറ്റീവ് സ്റ്റോക്സിൽ ചെറിയൊരു നെഗറ്റീവ് ബയസ് ഇന്നലെ കണ്ടു. അത് തീർച്ചയായിട്ടും നമുക്ക് പ്രദീപിനോട് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. എങ്ങനെയാണ് അതിന്റെ ടെക്നിക്കൽ, എങ്ങനെയാണ് ആ സെക്ടറും അതിനകത്ത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സ്റ്റോക്കും അതിന്റെ സെക്ടർ ലീഡേഴ്സും എങ്ങനെയാണ് പെരുമാറുന്നത് എന്നുള്ളത്. തീർച്ചയായിട്ടും പ്രദീപ് പറഞ്ഞതിനപ്പുറം എനിക്കും ഒന്നും ആഡ് ചെയ്യാനില്ല. അതായത് റേറ്റ് സെൻസിറ്റീവ് സെക്ടേഴ്സ് എന്ന് പറയുന്നത് ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ, ഇൻക്ലൂഡിംഗ് ഇൻഷുറൻസ് കമ്പനീസ്, അത് കൂടാതെ ഈ പറയുന്ന പോലെ ഓട്ടോമൊബൈൽ, റിയൽ എസ്റ്റേറ്റ്, അങ്ങനെ ഡയറക്ട് ബെനിഫിഷ്യറീസ്. അതിന് തീർച്ചയായിട്ടും വേറൊരു ട്രിഗറും ഒരു ഫിലിപ്പും കൂടെ കൊടുക്കുന്നത് ഇൻകം ടാക്സ് റേറ്റ് കട്ടുമാണ്. ഇത് രണ്ടും കൂടെ ചേർന്ന് വളരെ റൈപ്പായിട്ട് നിൽക്കുന്ന സെക്ടേഴ്സ് ആണ്. അതിന്റെ കൂടുതൽ ടെക്നിക്കൽ അറിയാൻ അനിലെ പോലെ തന്നെ എനിക്കും താല്പര്യമുണ്ട് പ്രദീപിന്റെ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട്. സർ, പ്രദീപ് സാറിലേക്ക് വരികയാണെങ്കിൽ സൂരജ് സാറിന് ഒരു പ്രധാന സംശയം എന്ന് പറഞ്ഞാൽ നിലവിൽ ഇപ്പോൾ മാർക്കറ്റ് പൊതുവെ എക്സ്പെക്ട് ചെയ്തിരിക്കുന്നത് ഒരു 25 ബേസിസ് പോയിന്റ്സിന്റെ ഒരു റേറ്റ് കട്ടാണ്. അങ്ങനെ ഒരു റേറ്റ് കട്ട് ഉണ്ടാകുന്ന ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട് എങ്കിൽ പോലും ഇന്നലത്തെ ഒരു മാർക്കറ്റ് നോക്കുമ്പോഴേക്കും പൊതുവെ റേറ്റ് സെൻസിറ്റീവ്, ഇപ്പൊ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഓട്ടോ സെക്ടറിലേക്ക് തന്നെ എത്തുകയാണെങ്കിൽ ഏകദേശം ഒരു 0.9% ഇടിവിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള പോസിറ്റീവ് എക്സ്പെക്ടേഷൻ നിലനിന്നിട്ട് കൂടി ഇത്തരത്തിലൊരു ഇടിവിനെ എങ്ങനെയാണ് താങ്കൾ നോക്കിക്കാണുന്നത്? പ്ലസ് അദ്ദേഹം ആഡ് ഓൺ ചെയ്ത് ചോദിച്ചിരിക്കുന്നത്, ഇപ്പൊ കഴിഞ്ഞ കുറച്ചധികം നാളുകളായിട്ട് രൂപ വലിയ തോതിലൊരു മൂല്യം ഇടിവ് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു റേറ്റ് കട്ട് വരികയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു രൂപയുടെ മൂല്യം ഇടിവിനെ കൂടുതൽ അത് ആക്കം കൂട്ടുകയില്ല, അത് എങ്ങനെയായിരിക്കും വിപണിയെ സ്വാധീനിക്കുക എന്ന് കൂടി അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്. അല്ല, നമ്മൾ നിഫ്റ്റി ഓട്ടോ ഇൻഡെക്സ് സ്റ്റഡി ചെയ്യുമ്പോഴേക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷൻസിൽ മാത്രം നേരിയ ഒരു കറക്ഷൻ കാണുന്നുണ്ട്. അത് എന്ത് കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനുവരി 27 ആയിരുന്നു നിഫ്റ്റി ഓട്ടോ ഇൻഡെക്സിന്റെ ഒരു ബോട്ടം കാണാൻ സാധിക്കുന്നത്. അതായത് ബഡ്ജറ്റിന് 4 ദിവസം മുൻപ്. അതിനുശേഷം ബഡ്ജറ്റിന് ശേഷം തുടർച്ചയായിട്ട് നമുക്ക് 5-6 ദിവസത്തെ നേട്ടമായിരുന്നു കാണാൻ സാധിച്ചത്. അതിനുശേഷം ഇറ്റ് ഹാസ് ഓൺലി ബീൻ എ വെരി ഹെൽത്തി കറക്ഷൻ. ഇതിൽ സ്റ്റോക്സ് സ്പെസിഫിക് ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഹ്യുണ്ടായി മോട്ടോഴ്സിന്റെ കേസിൽ ജനുവരി 29 ആയിരുന്നു അതിന്റെ ഒരു ബോട്ടം കാണാൻ സാധിച്ചത്. അതിനുശേഷം തുടർച്ചയായിട്ട് ഒരു 5-6 ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് നേട്ടം കിട്ടിയിരുന്നു. ഇന്നലെ മാത്രമായിരുന്നു ഹ്യുണ്ടായി മോട്ടോഴ്സിന്റെ കേസിൽ ഒരു നേരിയ കറക്ഷൻ കണ്ടത്. ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച ഒരു സ്റ്റോക്ക് ബജാജ് ഓട്ടോ ആയിരുന്നു. ബജാജ് ഓട്ടോയുടെ കേസിലും നമുക്ക് ബോട്ടം കാണാൻ സാധിക്കുന്നത് ജനുവരി 27 ആയിരുന്നു. അതിനുശേഷം ഫെബ്രുവരി 1 വരെ നമുക്ക് തുടർച്ചയായിട്ട് 5-6 ട്രേഡിംഗ് സെഷൻസിലെ ഗെയിൻസ് കിട്ടിയിരുന്നു.
ആൻഡ് അതിനുശേഷമായിരുന്നു കഴിഞ്ഞ 4 ട്രേഡിംഗ് സെഷൻസിൽ ഒരു കറക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. സർ, അതിനോടൊപ്പം തന്നെ താങ്കളോട് ചോദിക്കാനുള്ള മറ്റൊരു കേസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഒരു ആഡ് ഓൺ ക്വസ്റ്റ്യൻ കൂടി ഉണ്ടായിരുന്നു. രൂപയുടെ ഒരു ഡിപ്രീസിയേഷൻ എങ്ങനെയായിരിക്കും ഇന്ത്യൻ വിപണിയെ അഫക്ട് ചെയ്യുക, പ്രത്യേകിച്ചും ഒരു റേറ്റ് കട്ട് കൂടി വരുന്ന ഒരു സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കും രൂപയുടെ ഡിപ്രീസിയേഷൻ അഫക്ട് ചെയ്യുക? താങ്കളുടെ ഒരു വ്യൂ എന്താണ്? അല്ല, റുപ്പിയുടെ ഡിപ്രിസിയേഷനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ ഡോളർ ഇൻഡെക്സിലോട്ട് ചെല്ലേണ്ടിയിരിക്കുന്നു. ഡോളർ ഇൻഡെക്സ് നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോഴേക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഡോളർ ഇൻഡെക്സ് സെപ്റ്റംബർ 27 അതിന്റെ ഒരു ബോട്ടം കാണാൻ സാധിക്കുന്നത്. അതിനുശേഷം ഡോളർ ഇൻഡെക്സ് ഒത്തിരി നേട്ടം നൽകി കഴിഞ്ഞ ഒരു 2 ആഴ്ചക്കിടെ ഇതിന്റെ ഒരു റെക്കോർഡ് ലെവൽസ് 52 വീക്ക് ഹൈന്റെ അടുത്ത് 110 പോയിന്റിന്റെ അടുത്ത് ഇത് ട്രേഡിംഗ് നടത്തി വരുന്നത്. നമ്മൾ ആൻഡ് ഇറ്റ് ഇസ് ലിറ്റിൽ ബിറ്റ് നമ്മൾ ടെക്നിക്കൽ പാർലൻസിൽ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഡോളർ ഇൻഡെക്സിൽ ഡോളർ അല്പം ഓവർട്ടായിട്ടാണ് കാണുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കൻ ഡോളറിൽ ഒരു സെല്ലിംഗ് പ്രഷർ അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കേണ്ട സമയം വന്നുകൊണ്ടിരിക്കുന്നു. അത് എസ്പെഷ്യലി നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ഇന്ത്യൻ റുപ്പി വേഴ്സസ് അമേരിക്കൻ ഡോളറിനെ ആ ഒരു പാറ്റേൺ നോക്കുമ്പോഴാണ്. നമ്മൾ അമേരിക്കൻ ഡോളറിന്റെ കേസ് എടുക്കുമ്പോഴേക്കും സെപ്റ്റംബർ 23 ഇന്ത്യൻ റുപ്പിയുടെ ബോട്ടം നമുക്ക് കാണാൻ സാധിക്കുന്നത് 83 രൂപ 43 പൈസ. അവിടെ നിന്ന് ഒരു കറക്ഷൻ പോലും ഇല്ലാതെ ഇന്ത്യൻ റുപ്പി ഡിപ്രിഷിയേറ്റ് ചെയ്ത് പോയിരിക്കുന്നത്. അറ്റ് ദ മൊമെന്റ് അമേരിക്കൻ ഡോളർ ഹൈലി ഓവർ ബോട്ടും ഇന്ത്യൻ റുപ്പി ഹൈലി ഓവർ സോൾഡുമായിട്ടാണ് കാണുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ റുപ്പിയിൽ നമ്മളൊരു അപ്രിസിയേഷന് തന്നെ വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. ഈ ലെവലിൽ അമേരിക്കൻ ഡോളർ വാങ്ങുന്നത് ഹൈലി റിസ്കി ആയിട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നത്. കറക്ഷൻ നടക്കുന്ന സമയത്ത് കറന്റ് ലെവൽ ഇന്നലത്തെ ഇപ്പോൾ ഒരു റേറ്റ് നോക്കുമ്പോഴേക്ക് ഇന്ത്യൻ റുപ്പിയുടെ ഏറ്റവും താഴ്ന്ന വില 87.648 ആയിരുന്നു. ആ ലെവലിൽ നിന്നും ഓൾമോസ്റ്റ് ഒരു രൂപയുടെ നേട്ടമാണ് ഞാൻ ഇന്ത്യൻ റുപ്പിക്ക് എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ എനിക്ക് തോന്നുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എന്ത് ഇന്ന നടപടി ഉണ്ടെങ്കിലും എന്ത് അനൗൺസ്മെന്റ് ഉണ്ടെങ്കിലും അതെല്ലാം ഇന്ത്യൻ റുപ്പിക്ക് വരും ദിവസങ്ങളിൽ പോസിറ്റീവ്നെസ് നൽകത്തുള്ളൂ. സർ, ഏതായാലും അതുപോലെ ധാരാളം ക്വയറീസുമായിട്ട് പ്രേക്ഷകർ എത്തിയിട്ടുണ്ട്. അതിൽ ആദ്യമായിട്ടൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ക്വാഡ്രന്റ് ഫ്യൂച്ചർ എന്നൊരു സ്മോൾ ക്യാപ് കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ്. ഇന്നലെ 7.5% മൂവ്മെന്റ് ആയിരുന്നു നൽകിയിട്ടുണ്ടായിരുന്നത് 705.55 എന്ന നിലയിൽ. ക്വാഡ്രന്റ് ഫ്യൂച്ചറിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ക്വാഡ്രന്റ് ഫ്യൂച്ചേഴ്സ് അല്ല പറഞ്ഞതുപോലെ ഇറ്റ്സ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ട് ഒത്തിരി നാളുകൾ ആയിട്ടില്ല. ബട്ട് ലിസ്റ്റിംഗിന് ശേഷം മാർക്കറ്റിൽ ഇത്രയും വീക്ക്നെസ് കാണുന്ന സമയത്ത് പോലും തുടർച്ചയായിട്ട് നേട്ടം നൽകിയ ഒരു സ്റ്റോക്കാണ് ക്വാഡ്രന്റ് ഫ്യൂച്ചേഴ്സ്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. 645 രൂപയിലായിരിക്കണം നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. സർ, അടുത്തതായിട്ട് ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് HDFC ലൈഫ് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. സന്തോഷ് എന്ന പ്രേക്ഷകനാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്നലെ 0.98% നേട്ടത്തിലായിരുന്നു HDFC ലൈഫ് ഇൻഷുറൻസ് ഓഹരികൾ ക്ലോസ് ചെയ്തിരിക്കുന്നത്. HDFC ലൈഫ് ഇൻഷുറൻസിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? HDFC ലൈഫ് ജനുവരി 15 ആയിരുന്നു നമുക്കൊരു സിഗ്നിഫിക്കന്റ് 52 വീക്ക് ലോ നൽകിയത്. അതിനുശേഷം ഒത്തിരി വോളറ്റിലിറ്റി സ്റ്റോക്ക് നേരിട്ടിട്ടുണ്ട്, പ്രത്യേകിച്ച് ബഡ്ജറ്റ് അനൗൺസ് ചെയ്ത ദിവസം. അതിനുശേഷം ഈ സ്റ്റോക്ക് വീണ്ടും ഒരു കൺസോൾട്ടേഷൻ മോഡിലോട്ടാണ് പോയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഈ സ്റ്റോക്കിന്റെ ബോട്ടം നമ്മൾ കണ്ടു കഴിഞ്ഞു. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 590 രൂപയിലായിരിക്കും നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ബട്ട് ഈ സ്റ്റോക്ക് ഒരു സേഫ് സോണിലോട്ട് എത്തണമെങ്കിൽ 660 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. ബട്ട് പുതിയ പൊസിഷൻ എടുക്കാൻ വേണ്ടി 660 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അടുത്തതായിട്ട് പ്രാജ് ഇൻഡസ്ട്രീസിലുള്ള ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. പ്രാജ് ഇൻഡസ്ട്രീസ് കഴിഞ്ഞ ദിവസം ഏകദേശം ഒരു ഫ്ലാറ്റ് ടോണിലായിരുന്നു ക്ലോസ് ചെയ്തിരുന്നത്. ഫ്ലാറ്റ് ലോ ടോണിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 623 രൂപ എന്ന നിലയാണ് ക്ലോസിംഗ് എന്ന് പറയുന്നത്. റഷീദ് എന്ന പ്രേക്ഷകനാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. പ്രാജ് ഇൻഡസ്ട്രീസിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? പ്രാജിന്റെ കേസിൽ വീണ്ടും ഇറ്റ്സ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ഈ സ്റ്റോക്കിലും കഴിഞ്ഞ 2 സെഷൻസിലും നമ്മൾ കണ്ടിരിക്കുന്ന നേട്ടം ഇറ്റ് ഈസ് ഓൺലി ഷോർട്ട് കവറിംഗ്. സോ പുതിയ ലോ റിസ്ക് ആയിട്ട് നമുക്ക് ബൈയിങ് അവസരങ്ങൾ ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. വരും സെഷൻസിൽ വീണ്ടും ഈ സ്റ്റോക്ക് സെല്ലിംഗ് നേരിടുന്നുണ്ടെങ്കിൽ നമ്മൾ 570 രൂപയിലായിരിക്കണം സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്.
ഇതിൽ ട്രെൻഡ് റിവേഴ്സൽ നമ്മൾ കാണണമെങ്കിൽ 725 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് SBIയുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ്. ഇന്നലെ 1.5% ഇടിവിലായിരുന്നു SBIയുടെ ഓഹരികൾ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. പൊതുവെ നല്ല നമ്പേഴ്സ് പബ്ലിഷ് ചെയ്യാനായിട്ട് കമ്പനിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ഒരു സ്ട്രേറ്റ് അനുമാനങ്ങൾ ഒത്തുയരാനായിട്ടും സാധിച്ചിട്ടുണ്ടായിരുന്നു. SBIയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയില് അൺഫോർച്ചുനേറ്റ്ലി ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. എങ്കിലും എനിക്ക് ഫണ്ടമെന്റലി വളരെ വളരെ ഇഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സ്റ്റോക്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ആൻഡ് ഇന്നലത്തെ ആ ഒരു റിസൾട്ട് ഇസ് ഫാന്റാസ്റ്റിക്. സോ ഞാൻ പല തവണ ഈ സെഷനിൽ ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, FIA എന്ത് ചെയ്യുന്നു എന്ത് ചെയ്യുന്നില്ല എന്ന് നമ്മൾ അതിൽ വിലയിരുത്തുക വേണ്ട. നമ്മൾ നല്ല സ്റ്റോക്സ് എക്സൈറ്റിംഗ് അട്രാക്റ്റീവ് വാല്യുവേഷൻസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ലോങ് ടേമിന് വേണ്ടി അത്തരം സ്റ്റോക്സിലായിരിക്കണം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. സോ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നത് കറന്റ് ലെവൽസ് എക്സ്ട്രീംലി എക്സൈറ്റിംഗ്, എക്സ്ട്രീംലി അട്രാക്റ്റീവ്. കറന്റ് ലെവൽസിൽ തീർച്ചയായിട്ടും ലോങ് പൊസിഷൻസ് ബിൽഡ് ചെയ്യാം. നമുക്കൊരു ട്രെൻഡ് റിവേഴ്സലിന് ശേഷം നമുക്കൊരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ 800 അതിനുശേഷം 820 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അടുത്തതായിട്ട് മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ഫിനോലെക്സ് ഇൻഡസ്ട്രീസുമായി ബന്ധപ്പെട്ടുള്ള ഒരു വ്യൂ ആണ്. ഇന്നലെ 1.14% ഒരു ഇടിവിലായിരുന്നു ഫിനോലെക്സിന്റെ ഓഹരികൾ ക്ലോസ് ചെയ്തിട്ട് ഫിനോലെക്സ് ഇൻഡസ്ട്രീസിന്റെ ഓഹരികൾ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫിനോലെക്സ് ഇൻഡസ്ട്രീസിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ആനന്ദ് എന്ന പ്രേക്ഷകനാണ് ചോദിച്ചിരിക്കുന്നത് ഈ ഒരു ക്വസ്റ്റ്യൻ. സോ ഫിനോലെക്സ് ഇൻഡസ്ട്രി കറന്റ്ലി ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. നമുക്ക് ഇതിന്റെ ഒരു ബോട്ടം കണ്ടു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് 193 ഈ സ്റ്റോക്കിൽ നമുക്ക് ഷോർട്ട് കവറിംഗ് നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട 2 റെസിസ്റ്റൻസ് ലെവൽ, ആദ്യത്തെ 220 അതിനുശേഷം 232. അടുത്തതായിട്ടൊരു പ്രേക്ഷകൻ ഗെയിലുമായി ബന്ധപ്പെട്ട ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഗെയിലിന്റെ ഓഹരികൾ കഴിഞ്ഞ ദിവസം ഒരു ഫ്ലാറ്റ് ടു ലോ ടോണിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഗെയിലിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഗെയിലിന്റെ കേസിൽ നിലവിൽ ലോങ് ടേം ട്രെൻഡ് ബെയറിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസുമായിട്ടാണ് കാണുന്നത്. ട്രെൻഡ് റിവേഴ്സലിന് ഹൈ പോസിബിലിറ്റി എനിക്ക് കാണാൻ സാധിക്കുന്നത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ ഒരു പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. 170 സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഷോർട്ട് ടേം ബുള്ളിഷ് ട്രെൻഡ് ട്രിഗർ ഇപ്പം നിലനിൽക്കുന്നത് 187 ലോങ് ടേം ട്രെൻഡ് റിവേഴ്സലിന് വേണ്ടി നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 210 ആയിരിക്കും. മധു എന്ന പ്രേക്ഷകൻ ഏഷ്യൻ പെയിന്റ്സുമായി ബന്ധപ്പെട്ടുള്ള ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഏഷ്യൻ പെയിന്റ്സിനെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ ദിവസം 0.4% ഇടിവിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കമ്പനിയുടെ ക്വാർട്ടർലി നമ്പേഴ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ഒരു സ്ട്രീറ്റിന് ഇൻലൈൻ ആയിട്ടുള്ള അല്ലെങ്കിൽ സ്ട്രീറ്റ് എസ്റ്റിമേറ്റ് ഇൻലൈൻ ആയിട്ടുള്ള നമ്പേഴ്സ് ആണ് പബ്ലിഷ് ചെയ്യാൻ സാധിച്ചിരുന്നത്. ഏഷ്യൻ പെയിന്റ്സിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ഏഷ്യൻ പെയിന്റ്സ് കഴിഞ്ഞ ഒരു 4-5 മാസങ്ങളായിട്ട് ഒത്തിരി സെല്ലിംഗ് പ്രഷർ നേരിട്ടിരിക്കുന്ന ഒരു സ്റ്റോക്ക് ഏഷ്യൻ പെയിന്റ്സ്. അറ്റ് ദ മൊമെന്റ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ബട്ട് എന്റെ അഭിപ്രായത്തിൽ നമ്മൾ ഈ സ്റ്റോക്കിന്റെ ബോട്ടം അറ്റ്ലീസ്റ്റ് ഫോർ ദ ടെമ്പററി ഷോർട്ട് ടേം പീരിയഡ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഞാൻ നേരത്തെ SBIന്റെ കേസ് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ട്രെൻഡ് റിവേഴ്സലിന് വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. ഇതിന്റെ ഇമ്മീഡിയറ്റ് ബുള്ളിഷ് ട്രിഗർ ഇപ്പോൾ എനിക്ക് കാണാൻ സാധിക്കുന്ന 2300 2300 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ 2420 ആയിരിക്കും അടുത്ത റെസിസ്റ്റൻസ്. ഈ 2 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. അതിനുശേഷം ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന മേജർ റെസിസ്റ്റൻസ് 2800 2800 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് CG പവറുമായി ബന്ധപ്പെട്ടൊരു വ്യൂ ആണ്. CG പവറിന്റെ ഓഹരികൾ കഴിഞ്ഞ ദിവസം 2.32% ഇടിവിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. CG പവറിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? CG പവർ ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. നിലവിൽ ഇതിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ കാണാൻ സാധിക്കുന്നത്. ഈ സ്റ്റോക്കിലെ ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ ആദ്യം തന്നെ 650 അതിനുശേഷം 720 റെസിസ്റ്റൻസ് ലെവൽസ് ഇത് ബ്രേക്ക് ചെയ്യണം. അറ്റ് ദ മൊമെന്റ് ഈ സ്റ്റോക്കിൽ നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റിയും കാണാൻ സാധിക്കുന്നില്ല. കാസ്ട്രോൾ ഇന്ത്യയുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ് മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത്. ഷെഫീഖ് എന്ന പ്രേക്ഷകനാണ് ചോദിച്ചിരിക്കുന്നത്. കാസ്ട്രോൾ ഇന്ത്യയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്?
കാസ്ട്രോൾ ഇന്ത്യയുടെ കേസിൽ കഴിഞ്ഞ 2 ആഴ്ചകളായിട്ട് നല്ലൊരു ബൈയിങ് ഇൻട്രസ്റ്റ് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു ബൈയിങ് ഇൻട്രസ്റ്റിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് ഓൾറെഡി ബുള്ളിഷായി മാറിക്കഴിഞ്ഞു. ബട്ട് ഈ സ്റ്റോക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇനി ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു മേജർ റെസിസ്റ്റൻസ് 222 ആയിരിക്കും. ആ ഒരു റേഞ്ച് എത്തുമ്പോഴേക്കും ഈ സ്റ്റോക്കിൽ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കാൻ ഹൈ പോസിബിലിറ്റിയാണ് കാണുന്നത്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ലോങ് ടേം ട്രെൻഡ് പോലും ബുള്ളിഷായി മാറും. ദിൽഷ എന്ന പ്രേക്ഷക യെസ് ബാങ്കുമായി ബന്ധപ്പെട്ട ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 0.5% ഇടിവിലായിരുന്നു യെസ് ബാങ്കിന്റെ ഓഹരികൾക്ക് ട്രേഡിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നത്. യെസ് ബാങ്ക് ഓഹരികളിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? യെസ് ബാങ്കിലോട്ട് വരുന്നതിന് മുൻപ് ഞാൻ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിനെ കുറിച്ച് ഒരു വ്യൂ നൽകാം. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ നമുക്ക് കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഒരു റിക്കവറി കാണാൻ സാധിക്കുന്നുണ്ട്. എങ്കിലും കഴിഞ്ഞ 2 ട്രേഡിംഗ് സെഷൻസ് നോക്കുമ്പോഴേക്കും നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് 50,400 പോയിന്റിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു റെസിസ്റ്റൻസ് ലെവല് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോ RBIയുടെ മോണിറ്ററി പോളിസി യോഗത്തിന്റെ മിനിറ്റ്സ് പുറത്തു വരാനിരിക്കുക. അതിനെ തുടർന്ന് നമ്മൾ ബാങ്കിങ് ഇൻഡെക്സിലും ബാങ്കിങ് ഓഹരികളിലും ഒക്കെ നമ്മൾ ഒത്തിരി വോളറ്റിലിറ്റിക്ക് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് 50,400 മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചാൽ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. ബട്ട് ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറണമെങ്കിൽ 51,300 പോയിന്റ് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. യെസ് ബാങ്കിന്റെ കേസ് എടുക്കുമ്പോഴേക്കും സിമിലർ പാറ്റേൺ ടു നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ 2 ആഴ്ചക്കിടെ നല്ലൊരു ബൈയിങ് ഇൻട്രസ്റ്റ് ഈ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. ബട്ട് ഈ സ്റ്റോക്കിന്റെ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറണമെങ്കിൽ 20 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. 20ന്റെ മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചാൽ പിന്നീടുള്ള റെസിസ്റ്റൻസ് 21, അതിനുശേഷം 22 രൂപ 25 പൈസയോ ആയിരിക്കും. അതിനോടൊപ്പം തന്നെ മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ABB ഇന്ത്യയുമായി ബന്ധപ്പെട്ട ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ABB ഇന്ത്യയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി ABB, സീമെൻസ്, കമിൻസ് മുതലായ സ്റ്റോക്സിലൊക്കെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. ഒത്തിരി സെല്ലിംഗ് പ്രഷർ ഈ 3 സ്റ്റോക്സും കഴിഞ്ഞ 2-3 മാസത്തിനിടെ നേരിട്ടിട്ടുണ്ട്. അറ്റ് ദ മൊമെന്റ് നമുക്ക് ഈ 3 സ്റ്റോക്സിലും ബോട്ടം കണ്ടു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. ബട്ട് എങ്കിലും ദീസ് സ്റ്റോക്സ് ആർ ഹൈലി ഓവർസോൾഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റോക്സിലൊക്കെ വരും ദിവസങ്ങളിൽ നമ്മൾ ഷോർട്ട് കവറിംഗ് കാണാൻ നല്ല പോസിബിലിറ്റിയാണ് കാണുന്നത്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ABB ഇന്ത്യയുടെ കേസിൽ നമ്മൾ 5,100 രൂപയിലായിരിക്കും സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഷോർട്ട് കവറിംഗ് നടക്കുന്നുണ്ടെങ്കിൽ ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് 6,400-ഉം 6,400-ഉം അതിനുശേഷം 6,800-ഉം അതിനുശേഷം 7,600-ലും ആയിരിക്കും. അപ്പം ഒന്നിലധികം പ്രേക്ഷകർ മെസഗോൺ ടോക്ക് ഒപ്പം തന്നെ കൊച്ചിൻ ഷിപ്പ്യാർഡ് എന്നീ ഓഹരികളുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ കൂടി ചോദിച്ചിട്ടുണ്ട്. ഈ 2 ഓഹരികളിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? മാസഗോൺ ഡോക്കിന്റെ കേസിൽ കഴിഞ്ഞ 2-3 മാസങ്ങളായിട്ട് നമുക്ക് ഒത്തിരി വോളറ്റിലിറ്റി കാണാൻ സാധിക്കുന്നുണ്ട്. അതിനെ തുടർന്ന് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് അറ്റ് ദ മൊമെന്റ് സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. ഈ സ്റ്റോക്കിൽ നമുക്ക് തിരിച്ച് ബുള്ളിഷ്നെസ് കാണണമെങ്കിൽ 2,400-ന് മുകളിൽ ക്ലോസ് ചെയ്യണം. 2,400-ന് മുകളിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഷോർട്ട് ആൻഡ് ലോങ് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറും. അതിനുശേഷം ഈ സ്റ്റോക്കിൽ വലിയൊരു അപ്സൈഡാണ് കാണാൻ സാധിക്കുന്നത്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 2,070 രൂപയിലായിരിക്കണം സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ കേസിലും സിമിലർ പാറ്റേൺ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ലോങ് ടേം ട്രെൻഡ് അറ്റ് ദ മൊമെന്റ് ഇതിൽ ബെയറിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസും ആയിട്ടാണ് കാണുന്നത്. ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറണമെങ്കിൽ 1,570-ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. ബട്ട് ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറണമെങ്കിൽ 1,800 രൂപയുടെ റെസിസ്റ്റൻസും ബ്രേക്ക് ചെയ്യണം. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 1,300 രൂപയിലായിരിക്കണം സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഏതായാലും താങ്ക് യു സോ മച്ച് പ്രദീപ് സാർ, ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന്. അതിനോടൊപ്പം തന്നെ സൂരജ് സാറിനും നന്ദി അറിയിക്കുകയാണ്. ഏതായാലും നമ്മളുടെ മാർക്കറ്റ് പ്രസന്റ് ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള ഒരു സമയമായിരിക്കുകയാണ്. ഏതായാലും പ്രേക്ഷകർ പ്രത്യേകം ഓർമ്മിക്കുക, ഇന്ന് കേരള ബജറ്റും ഒപ്പം തന്നെ RBIയുടെ MPC തീരുമാനങ്ങളുമാണ്. ഈ 2 പരിപാടികളെയും കമ്പൈൻ ചെയ്തുകൊണ്ട് വളരെ വിപുലമായിട്ടുള്ള പ്രോഗ്രാംസും ഒപ്പം തന്നെ ഡിസ്കഷൻസുമാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് ഇന്ന് എത്തിക്കുന്നത്. സോ സ്റ്റേ ട്യൂൺഡ്.